മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ കേരളത്തിന് ലഭിക്കേണ്ട സഹായം ലഭിക്കാൻ വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംസ്ഥാനത്തിന് സഹായം നൽകുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണം. കേന്ദ്രം ₹1 പോലും നൽകിയില്ലെന്ന് അമിക്കസ് ക്യൂറി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാരും വിശദീകരിക്കണം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, എങ്ങനെ ഈ പുനരധിവാസം നടപ്പാക്കുമെന്ന ആശങ്കപ്പെടുകയാണ് സർക്കാർ. അതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്ന് ₹1 പോലും ലഭിച്ചില്ല എന്ന അമിക്കസ് ക്യൂറി അറിയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഇപ്പോൾ നിർണായകമായ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്? വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഒരു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ഈ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടിയത്. കേരളത്തിന് ദുരിതാശ്വാസ സഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡിവിഷൻ ബെഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അത്തരമൊരു ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം അമിക്കസ് ക്യൂറി സ്വീകരിച്ച നിലപാടാണ്. മുതിർന്ന അഭിഭാഷകൻ കൂടിയായ അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ₹1 പോലും കേരളത്തിന് ഇതുവരെയും ധനസഹായമായി ലഭിച്ചിട്ടില്ല, പ്രളയത്തിന്റെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത്. മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും ഒപ്പം തമിഴ്നാട്ടിനും വരെയും ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, പ്രളയവുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചതും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയതും. കേരളത്തിന് ദുരിതാശ്വാസ സഹായം ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ നിർദ്ദേശം. മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചും ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റ് ഫണ്ടുകളും കേരളത്തിന് ലഭിക്കാൻ വേണ്ടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളും ഹൈക്കോടതി അറിയിക്കണം. 2 ആഴ്ചയ്ക്കകം അറിയിക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതായത് ഈ മാസം ഒക്ടോബർ മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച ഈ ഹർജി, സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് നിലപാട് അറിയിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ മെമ്മോറാണ്ടം നൽകിയതിലെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന്റെ മാനദണ്ഡം എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഈ മാനദണ്ഡം തയ്യാറാക്കുമ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സംസ്ഥാന സർക്കാർ ഹാജരാക്കണം. ഒപ്പം മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുക കൂടി സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം. ഇത് അടുത്ത വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ്, സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിയിക്കേണ്ടത്. അതിനടുത്ത വെള്ളിയാഴ്ച, അതായത് 3ാമത്തെ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും കേരളത്തിന് നൽകുന്ന സഹായത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും നിലപാട് അറിയിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലപാട് അറിയിക്കണം എന്നത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലായി വന്നിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.